ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടും എളുപ്പത്തിനും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിലും അതല്ല കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ വേറെ സൈഡ് ഡിഷ് ഒന്നും തയ്യാറാക്കണ്ട, ഇതുപോലൊരു വെണ്ടയ്ക്ക റൈസ് മാത്രം മതിയാവും ലഞ്ചിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്ക റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. 100 ഗ്രാം വെണ്ടയ്ക്കയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു മീഡിയം വലുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വെണ്ടയ്ക്ക ചേർക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്കയിലുള്ള ആ ഒരു സ്റ്റിക്നെസ് ഒക്കെ പോയി നന്നായിട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, തോരൻ, കറികൾ അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇതുപോലൊരു റൈസ് പുഡിങ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ഒരല്പനേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ വെണ്ടയ്ക്കയിലുള്ള ആ ഒരു സ്റ്റിക്നെസ് ഒക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ പുറം കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് അല്പം മാത്രം ഉപ്പ് ചേർക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നീട് ഉപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വെണ്ടയ്ക്കയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 2 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 വെളുത്തുള്ളി അല്ലി എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു പകുതി സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നീളത്തിൽ തന്നെ അരിഞ്ഞ് ചേർക്കണം. ചെറുതായിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്. അതുപോലെ തന്നെ തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാളയും ചേർത്ത് വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം ഒന്ന് വഴണ്ട് കിട്ടട്ടെ. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ്. കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ ഒരല്പം മാത്രം ഉപ്പും കൂടി. അപ്പോൾ ഇത്രയും മസാലകളും തക്കാളിയൊക്കെ ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് ചേരട്ടെ. മസാലയും അത്രയും സമയം കൊണ്ട് തന്നെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 1-2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെള്ളം കൂടി പോകരുത്. നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത് റൈസിന് നല്ലൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കൂടുതൽ വെള്ളം ചേർക്കരുത്. വെള്ളമെല്ലാം ചേർത്ത് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാവുന്നതാണ്. 2 കപ്പ് വേവിച്ചെടുത്ത ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ ഏത് റൈസാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജീര റൈസ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി റൈസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു വെണ്ടയ്ക്ക റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂടുതൽ നമ്മൾ ചോറ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലയുടെ അളവും കൂടുതൽ ചേർത്തേക്കണം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഈ മസാല എല്ലാം ചോറിലേക്ക് നല്ലതുപോലെ കോട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ്. ഒരുപാട് വേണ്ട. കൂടെ ഒരല്പം മല്ലിയിലയും കൂടി. ഇത്രയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചത്തെ ലഞ്ചിന് നമുക്ക് തയ്യാറാക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തില്ലേ ഒരു വെണ്ടയ്ക്ക റൈസ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ വെണ്ടയ്ക്ക റൈസ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡ് ഡിഷ് കൂടിയേ തീരൂ എന്നുള്ളവർക്ക് നല്ലൊരു തൈര് സാലഡും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.